അള്ളാഹുവിനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ നമ്മളുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ അധ്വാനങ്ങളിൽ മേലായവനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ അതാണ് വേണ്ടത്. മേലായവനെയാണ് ലക്ഷ്യാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്നതിന് സഫലാക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ലക്ഷ്യം നമുക്ക് കനിയും. അള്ളാനെ വേണ്ടവർക്കേ അള്ളാഹ്ക്ക് വേണ്ടു. എന്താ പറഞ്ഞത്? അള്ളാനെ വേണ്ടവർക്കേ അള്ളാഹ്ക്ക് വേണ്ടു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅ വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ വമൻ അതാനി മാശിയൻ അതൈതുഹു ഹർവലന. അല്ലേ? ഒരാൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴ എടുക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹുവിലേക്ക്, അള്ളാഹനെ വേണ്ടവർക്കേ അള്ളാഹ്ക്ക് വേണ്ടു. അതൊരു വലിയ വിഷയമാണ്. അള്ളാഹുവിലേക്ക് നമ്മളൊരു ചാണെടുത്താൽ മതി, അള്ളാഹ് വേണം എന്നിട്ട് അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴ എടുക്കും. അള്ളാഹുവിലേക്ക് നമ്മളൊരു മുഴം അള്ളാഹുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഒരു മാറെടുത്ത് വരും. അള്ളാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നടന്നാൽ മതി, അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും. ഇത് അള്ളാഹിൻ്റെ തത്വമാണ്. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, ശരീഅയാണ്, നിയതമായ അള്ളാഹുവിൻ്റെ നിയമവും തീരുമാനമാണ്. പഠിച്ചോനെ വേണ്ടവർക്ക് പഠിച്ചോന് വേണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനെ ലക്ഷ്യാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ ലക്ഷ്യമാക്കി നമ്മൾ ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിവർത്തിച്ചു തരുമെന്നത് കട്ടായമാണ്. ഒരു ചരിത്രം ഈ അവസാനത്തിൽ, ഈ ചരിത്രം ഞാനത് ഇവിടെ ഇടും. ഞാനിത് ആര് എന്ത് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും ഇൻഷാ അല്ലാഹ്. വിളിച്ചറിയരുത്. ആദ്യം നമുക്ക് ചരിത്രം വായിക്കാം. ഇതൊരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ താങ്കൾ ഏത് നാട്ടുകാരനാണ്, ഏത് മതവിശ്വാസിയാണ്? അതിൻ്റെ പ്രതികരണം, ഞാൻ നീനവ ദേശത്തുകാരനാണ്, ക്രിസ്ത്യാനിയും. പുണ്യാളൻ യൂനിസ് ഇബ്നു മത്തായിയുടെ നാട്ടിൽ നിന്നാണോ? ചോദ്യകർത്താവ്. പ്രതികരണം, യൂനിസ് ഇബ്നു മത്തായെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? അതിൻ്റെ പ്രതികരണം, യൂനിസ് ഇബ്നു മത്ത എൻ്റെ സഹോദരനാണ്. അദ്ദേഹം നബിയാണ്, ഞാനും നബിയാണ്. അത് കേട്ട മാത്രയിൽ ആ ക്രിസ്ത്യാനിയായ ആഗതൻ അല്ലെങ്കിൽ ആ വ്യക്തി അതോടെ അദ്ദേഹം തിരുമേനിയെ ആലിംഗനം ചെയ്തു, ശിരസിലും കൈകാലുകളിലും തുരുതുരാ ചുംബിച്ചു എന്നാണ്. താങ്കൾ അള്ളാഹുവിൻ്റെ തിരുദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു എന്നാണ്. ഇതാണ് സംഭാഷണം. അദ്ദാസ് എന്ന വ്യക്തി തായിഫിലെ ഉത്ബയുടെയും ഷൈബയുടെയും ഒരു മുന്തിരിത്തോട്ടത്തിൽ ഭൃത്യനായി ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകസ്മികമായി അദ്ദേഹം കണ്ടുമുട്ടുന്നത്. അദ്ദാസ് അദ്ദേഹം യൂനിസ് ഇബ്നു മത്ത റളിയല്ലാഹു തആല അൻഹു നിയോഗിതമായ നീനവ ദേശത്തുകാരനായിരുന്നു. നീനവ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഇറാഖിൻ്റെയൊക്കെ വടക്ക് തുർക്കിയുടെ ഭാഗത്തേക്ക്, ഇന്ന് തുർക്കിയിലാണെന്ന് തോന്നുന്നു നീനവ, പണ്ടത്തെ ഇറാഖിൻ്റെ ഭാഗമായിരുന്നു. ആ നാട്ടിൽ നിന്ന് അദ്ദാസ് അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഒരു നബിയുടെ നിയോഗം അറേബ്യൻ ഉപദ്വീപിൽ മക്കയിൽ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുണ്ടല്ലോ വേദങ്ങളിൽ. ആ അറിയിപ്പ് ലഭിച്ചതിൽ പിന്നെ അന്ന് നീനവ ദേശത്ത് നിന്ന് ഇന്നത്തെ മാതിരി മണ്ടിപ്പാഞ്ഞ് വരാൻ പറ്റൂല. ഇത് എത്ര കാലം മുമ്പാ? 1400 വർഷങ്ങൾക്കപ്പുറം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശം താമസിക്കാനും പറ്റുന്ന സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നീനവ ദേശത്ത് നിന്ന് ഈ അദ്ദാസ് ഒരു അടിമയായി നിന്നുകൊടുത്ത് അദ്ദേഹം വന്നതാണ്. എവിടേക്ക്? മക്കയുടെ പരിസരത്തേക്ക്. എന്തിന്? ഒരു നബിയുടെ നിയോഗത്തിന് സമയമായി ആ നബി നിയുക്തമാകുമ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കാൻ പുൽകാൻ. പക്ഷേ അദ്ദാസ് അടിമയായി നിന്നോർത്തു. ഉത്ബയും ഷൈബയും പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ തോട്ടത്തിൽ ഒരു ജോലിക്കാരനായിട്ട് വെച്ചു. ഇന്നത്തെ മാതിരി വാർത്ത ഇതൊന്നുമില്ല. നിസ്ലാസം തങ്ങൾ മക്കയിൽ നിയുക്തമായി. ഈ നിയുക്തമാകുന്ന നബിയെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെല്ലാം ആവർത്തിക്കപ്പെടുന്നത് ഈ നബിയുടെ നിയോഗത്തിൻ്റെ വിഷയത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിവില്ല നിസ്ലാസം തങ്ങൾ മക്കയിൽ വന്നത്, ഉദിച്ചത്. നിസ്ലാസം തങ്ങൾ 10 വർഷം മക്കയിൽ പ്രബോധനം നടത്തി. ഈ നീണ്ട കാലയളവിൽ അദ്ദാസ് അറിയുന്നില്ല നിസ്ലാസം തങ്ങൾ നബിയായി നിയുക്തമായത്. പക്ഷേ നോക്കണം, അദ്ദേഹത്തിൻ്റെ മനസ്സ് നീനവേദേശത്ത് നിന്ന് പലായനം ചെയ്തപ്പോഴും തായിഫിലെത്തി ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റേത് ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭാഗികമാണ്. അദ്ദേഹത്തിന് മെയിൻ എയിം എന്താ? മെയിൻ എയിം അള്ളയാണ്. അള്ളാഹു നിയോഗിക്കുന്ന ഒരു നബിയുടെ നിയോഗമുണ്ടായാൽ ആ നബിയെ പുൽകണം, സ്വീകരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ തേടി തായിഫിൽ നിന്ന് മക്കയിലേക്ക്
വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സാഹസപ്പെടേണ്ടി വന്നില്ല, സാഹസം ഉണ്ടാക്കിയില്ല. മാത്രമല്ല അന്ന് കാലങ്ങളിലൊക്കെ ഈ ഒരു അടിമ ഉത്ബയും ഷൈബയും അവരുടെ അടിമയാണല്ലോ. ഉത്ബയും ഷൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവേദികളാണ്, കൊടിയ ശത്രുക്കളാണ്. ഈ കാലയളവിലൊക്കെ ഈ ഉത്ബയും ഷൈബയാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പടവാളയം ചെയ്ത് അല്ലെ. ഉത്ബയും ഷൈബയും വലീദും ബദറിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആരുടെ പക്ഷത്ത്? അബൂജഹലിന്റെ പക്ഷത്ത്. ഉത്ബയെ ഉബൈദത്തും, വലീദിനെ അലിയും, ഷൈബയെ ഹംസയും ബദറിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടി അല്ലേ. അങ്ങനെ ഹംസത്ത് ഷൈബയെ കൊന്നു, അലി വലീദിനെ കൊന്നു, ഉബൈദത്തും ഉത്ബയും പോരാടിയിട്ട് ഉബൈദത്ത് ഉത്ബയെ കൊന്നു, ഉത്ബ ഉബൈദിന്റെ കാലിന് പറ്റി. മനസ്സിലായി? അതാ ചിത്രം. അത് ബദറിൽ അത്ര ശത്രുക്കളാണ് ആര്? ഉത്ബയും ഷൈബയും. ഇവരുടെ തോട്ടത്തിലാണ് ആര്? അദ്ദാസ് അടിമ പണി ചെയ്യുന്നത്. ഈ അദ്ദാസ് എങ്ങാണ്ട് മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? പക്ഷേ ഈ ഉത്ബക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനം നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തായിഫിലേക്ക് കൊണ്ടുപോയി, തായിഫിലേക്കുള്ള പുറപ്പാട്. എന്നിട്ട് തായിഫിൽ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫുകാരോട് തനിക്കൊരു അഭയം തരണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. തായിഫുകാരുടെ നേതാക്കളായ അബ്ദു യാലൈൻ, മസ്ഊദ്, ഹബീബ് എന്ന 3 പേരോടാണ് 10 ദിവസം കെഞ്ചി പറഞ്ഞത്, നിങ്ങൾ എനിക്കൊരു അഭയം തരി അള്ളാൻ്റെ ഈ ദീനെത്തിക്കാൻ. അവർ അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് മുഹമ്മദ് താങ്കളെയാണ്, താങ്കൾ എന്നുള്ളതല്ല അവരുടെ ഭാഷ, പക്ഷെ നമ്മുടെ ഭാഷ നമുക്ക് പറയാൻ വയ്യ, നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളെയാണ് അള്ളാഹു നബിയായി നിയോഗിച്ചത് എങ്കിൽ ആ അള്ളാഹിനോടുള്ള പ്രതിഷേധം തീർക്കാൻ ഞാൻ കഅബയുടെ കില്ല വലിച്ചു കീറും എന്നാണ് ഒരാൾ പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞത് താങ്കളെ അല്ലാതെ വേറൊരാളെ നബിയായി നിയോഗിക്കാൻ അള്ളാഹു കണ്ടില്ലേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്കിൽ ഞാൻ നിങ്ങളോട് ഈ സഹായം ചോദിച്ച് വന്നത് നിങ്ങൾ പരസ്യമാക്കരുത്, ഞാൻ വേറൊരാളോട് അഭയം ചോദിച്ച് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോലും അവർ സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്തു? ഈ വിവരം പരസ്യമാക്കി. ഇവരാണ് ആളുകളെ കൂട്ടിയത്. അവിവേകികളെയും വിവരദോഷികളെയും വിളിച്ചു കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിക്കാനും കല്ലെറിയാനും ഇവരാണ് പണിയെടുത്തത്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് തായിഫിൽ നിന്ന് ഓടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറുകൊണ്ട മേനിയുമായി, മുറിവ് വീണ് രക്തമൊലിക്കുന്ന കാലുമായി തായിഫിൽ നിന്ന് ഓടിയിട്ട് ചെന്ന് വീണത് ആരുടെ മുന്നിലാണ്? ഈ അദ്ദാസ് എന്നവരുടെ മുന്നിലാണ്. ഈ അദ്ദാസിൻ്റെ മുന്നിലാണ്. ഉത്ബയും ഷൈബയും അവരുടെ തോട്ടത്തിലാണ് ഖർണു സാലബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിരുന്നത്. മനസ്സിലായില്ലേ? അവിടേക്കാണ് നോക്കണം നിങ്ങൾ. അദ്ദാസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ച് വിഷണ്ണനായി വിതുമ്പി ചെന്നിരുന്നപ്പോൾ ഉത്ബയും ഷൈബയും അദ്ദാസിനോട് പറയാണ് മുന്തിരി കൊണ്ടേ കൊടുക്കാൻ. അങ്ങനെയാണ് അദ്ദാസ്, നോക്കി നിങ്ങൾ, നീനവ ദേശത്ത് നിന്ന് തായിഫിലെത്തി. തായിഫിൽ നീണ്ടകാലം ഈ നബിയെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വരവ് ആഗമനത്തെ പ്രതീക്ഷിച്ച് ആ തോട്ടത്തിൽ അടിമവേല ചെയ്യുന്ന ആ ഭൃത്യൻ്റെ മുന്നിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചത്. അദ്ദാസ് മുന്തിരിയുമായി ചെന്നപ്പോൾ അവിടെ നടന്ന സംഭാഷണത്തിൻ്റെ ശകലം അതിൻ്റെ ഒരു ഭാഗമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിരി വാങ്ങി ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നപ്പോൾ, അപ്പോഴും അദ്ദാസിന് അറിയില്ല ഇത് ആരാണെന്ന്. ബിസ്മില്ല എന്ന് പറഞ്ഞ് തിന്നപ്പോൾ അദ്ദാസ് ചോദിക്കുകയാണ്, ഈ നാട്ടുകാർ ഇത് പറയാറില്ലല്ലോ എന്ന്, താങ്കൾ ആരാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്കൾ ആരാണ്? അപ്പോഴാണ് ഞാൻ നീനവ ദേശത്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറയുന്നത്. ഈ സംഭാഷണം തുടരുന്നത് മനസ്സിലായോ? നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിൽ നട്ട് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിയും, നമുക്ക് തരും. ലക്ഷ്യമാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അളവിൽ പൂർത്തീകരിക്കും എന്നതിൻ്റെ ഒരു ചരിത്ര സാക്ഷിയാണ്. ലോകമാന്യതയ്ക്ക് ഈ ബർക്കത്തുണ്ടാവില്ല. ലോകമാന്യതയുള്ളവരെ അള്ളാഹു വിഗണിക്കും, പടച്ചോനെ വേണ്ടവരെ പടച്ചറബ് പരിഗണിക്കും. അതാണ് ഈ ഒരു ചരിത്രം അത് നമുക്ക് നൽകുന്നതായ മഹാ സന്ദേശം. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു അവസാനത്തിൽ ഈ ഒരു ചരിത്രത്തെ ഇവിടെ കൊണ്ടുവന്നത്.